ഏകദേശം 10 മാർക്കിൻ്റെ ഇൻക്രീസ് ആണ് ഈ ഒരു ടോപ്പിക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിരിക്കുന്നത്. അഥവാ സെക്ഷൻ ബി. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വന്നിട്ട് 5 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത തിയറി പോർഷൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്നത്. 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പം മാനേജ്മെൻറ്റ് റൂട്ടിൻ്റെ ബേസിക്സ്, മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ഇഷ്യൂസ് ആൻഡ് അനാലിസിസ്, ഇതിനകത്ത് കുറച്ച് പ്രോബ്ലംസും വരുന്നുണ്ട്, കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. മൂന്നാമതായിട്ട് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഇൻ ഡിഫറെൻറ്റ് ഫങ്ഷൻസ്, നാലാമത് ഇവാലുവേഷൻ ഓഫ് കോർപ്പറേറ്റ് ഇമേജ്, അഞ്ചാമത്തത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഡിറ്റ്. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ബേസിക്സ് ആണ്. ഏകദേശം 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഈ ഒരു ടോപ്പിക്കിന് നിങ്ങൾ സിലബസിനകത്തുള്ളത്. ഈ ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഏകദേശം മൊത്തം തിയറി ടോപ്പിക്സ് ആണ്. ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ കുറേയധികം ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 രീതിയിലാണ് ഇവർ ഈ കണ്ടന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ സിലബസിൻ്റെ കണ്ടന്റ് ആണ് തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആൻഷറിനകത്ത് കാണാൻ പറ്റുന്നത് ഏകദേശം പഴയ സിലബസിലുള്ള കാര്യങ്ങൾ അതേപടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു ചെക്ക് ലിസ്റ്റ്, മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ചാപ്റ്ററിനെ കുറച്ചും കൂടെ ലോങ് ആക്കുന്നത്. അപ്പോൾ കഴിവതും ഞാൻ ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തപ്പം ഒത്തിരി സിംപ്ലിഫൈ ചെയ്യുകയും കണ്ടൻസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ടവർക്ക് ഇത് തന്നെ പഠിക്കാം. ഇൻ കേസ് ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു 2 പ്രാവശ്യം വായിച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഈ ഒരു ചാപ്റ്റർ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു ടോപ്പിക് വൈസ് ഒരു സമ്മറി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഇത് സെർവ് ചെയ്യും. ഏകദേശം 18 ടോപ്പിക്ക് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, അല്ലെങ്കിൽ എൻ്റെ നോട്ട്സ് പ്രകാരം 18 ടോപ്പിക്ക് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് കുറച്ചായിട്ട് കവർ ചെയ്ത് പോവാം. അപ്പോൾ ടോപ്പിക്കിൻ്റെ പേരുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ആദ്യത്തത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആണ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഓവറോൾ ഒബ്ജക്റ്റീവ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് കൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുക, മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റർ ആരാണ്, പുള്ളിക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ ഒരു ഓർഗനൈസേഷൻ എന്ത് ഗുണങ്ങളാണുള്ളതാണ് അഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോഗ്രാം, നമ്മൾ കോസ്റ്റ് ഓഡിറ്റിനകത്ത് പഠിച്ച പോലെ തന്നെ ഒരു ഡീറ്റെയിൽഡ് പ്ലാനാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓഡിറ്റ് എത്ര നടത്തണോ എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാനാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രോഗ്രാം. അത് പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഫങ്ഷൻസ്, അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഫോക്കസ് ഏരിയ, ഒരു CMA എന്ന രീതിക്ക് മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ നമുക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ CMAക്ക് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് റോൾ ഓഫ് CMA ഇൻ മാനേജ്മെൻറ്റ് ഓഡിറ്റ്. പിന്നെ കുറച്ച് ചെക്ക് ലിസ്റ്റാണ്, നമുക്ക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ്, പോളിസി, പ്ലാനിങ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, അങ്ങനെ കുറച്ചധികം ചെക്ക് ലിസ്റ്റുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റിലെ സ്റ്റെപ്സ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ടെക്നിക്സ്, പ്രോബ്ലം ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെക്നിക്ക്, ഇനി ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലം ഏരിയാസ് ഓഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനുവേണ്ടിയുള്ള ടെക്നിക്സ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് എവിഡൻസ് എന്താണ്, ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിക്സ് എന്താണ്, അതിൻ്റെ കണ്ടൻസ് എന്താണ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഇഷ്യൂ ചെയ്യുന്ന മറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 5 ടോപ്പിക്ക് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ. എന്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് റിപ്പോർട്ട് കാർഡ് വരില്ലേ, പരീക്ഷ എഴുതി കഴിയുമ്പോഴത്തേക്കും എന്തൊട്ടും നമുക്ക് റിപ്പോർട്ട് കാർഡ് വരും. അതുപോലെ ബിസിനസ്സിന് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും റിപ്പോർട്ട് കാർഡ് കിട്ടും. അത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയും. ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ കാണാം? വാട്ട് ഈസ് ഗോയിങ് വെൽ, എന്തൊക്കെ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. വാട്ട് ഈസ് നോട്ട് ഗോയിങ് വെൽ, എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുന്നില്ല. വാട്ട് നീഡ്സ് ടു ബി ഇംപ്രൂവ്ഡ്, എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റിസ്ക്, സജഷൻസ്,
നമ്മൾ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന റിസ്കുകൾ, പിന്നെ ഈ എന്തെങ്കിലും റിസ്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സജഷൻസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓർഗനൈസേഷന് എന്തുണ്ട്, മാനേജ്മെൻറ്റ് ഉണ്ടാവും. നമുക്കറിയാം പലപ്പോഴും കമ്പനി ഫോമാണ് ഉള്ളത്. കമ്പനീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എന്താ? ഓണർഷിപ്പ് ഈസ് ഡിഫറെൻറ്റ്, മാനേജ്മെൻറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, സോ ഓണർഷിപ്പ് വേറെ ആൾക്കാരാണ്, മാനേജ്മെൻറ്റ് വേറെ ആൾക്കാരാണ്. ഇപ്പം ഒരു പബ്ലിക്ലി ട്രേഡഡ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ഷെയർ ഹോൾഡേഴ്സാണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് അവിടുത്തെ ഡയറക്ടേഴ്സും എംപ്ലോയീസിനും എല്ലാം. ഗവൺമെൻറ് കാര്യത്തിൽ നോക്കൂ, ഗവൺമെൻറ് എൻ്റർപ്രൈസ് ആണെങ്കിൽ ഗവൺമെൻറ്റാണ് ഓണർഷിപ്പ് വെക്കുക, പക്ഷെ അവിടുത്തെ എംപ്ലോയീസും ഡയറക്ടേഴ്സും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഡിഫറൻസിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ കമ്പനിയുടെ റിസോഴ്സസും കാര്യങ്ങളും ഒക്കെ ദുരുപയോഗപ്പെടുത്താനും അല്ലെങ്കിൽ മിസ്മാനേജ് ചെയ്യാനും എല്ലാം സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെൻറ്റ്, ഈ കമ്പനി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാനേജ്മെൻറ്റിൻ്റെ ഓഡിറ്റ് നടത്തുക എന്നുള്ളത് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്താണ്, ഓണർഷിപ്പും മാനേജ്മെൻറ്റ് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെൻറ്റ് പലതരത്തിലും ഈ ഒരു ബിസിനസ്സിനെ മിസ്മാനേജ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ മാനേജ്മെൻറ്റ് എത്തരത്തിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്, കറക്റ്റായിട്ടാണോ, അവരെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ മാനേജ്മെൻറ്റിനെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. അതുകൊണ്ട് തന്നെ ഈ ഓവറോൾ മാനേജ്മെൻറ്റിൻ്റെ, ഒരു കമ്പനിയുടെ ഓവറോൾ മാനേജ്മെൻറ്റിൻ്റെ ഓഡിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ചിലപ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ വിചാരിക്കും ഇവിടെ കുറേ മാനേജേഴ്സ് ഉണ്ട്, ഈ ഓരോ മാനേജർ എടുക്കും. മാനേജർ എ എന്ന് പറയുന്നൊരു ആളുണ്ട്, മിസ്റ്റർ എ, ഇയാളൊരു മാനേജറാണ്. ഈ മാനേജർ അയാളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ടാണോ ചെയ്യുന്നത്, ഇയാൾ അവിടുത്തെ പോളിസീസും പ്രൊസീജിയേഴ്സും കറക്റ്റായിട്ടാണോ ഫോളോ ചെയ്യുന്നത്, ഇത്തരത്തിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പലപ്പോഴും പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് അല്ല. ഇതിനെ പറയുന്ന പേരെന്താണ്? പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ പെർഫോമൻസ് ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. ഇതെന്തല്ല, മാനേജ്മെൻറ്റ് ഓഡിറ്റ് അല്ല. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു കമ്പനിയുടെ ഓവറോൾ മാനേജ്മെൻറ്റിൻ്റെ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഓഡിറ്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്നത് രണ്ട് ഉദ്ദേശമുള്ളത്. ഒന്ന് പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും, രണ്ടാമത് എന്ത് കൂട്ടാൻ വേണ്ടി, എഫിഷ്യൻസി കൂട്ടാനും. രണ്ട് ഉദ്ദേശങ്ങളാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉള്ളത്. ഒന്ന് പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും, രണ്ടാമത്തത് എഫിഷ്യൻസി കൂട്ടാനും. ആരാണ് ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുക? നമുക്കറിയാം ഓഡിറ്റ് എപ്പോഴും എന്താണ്, ഓഡിറ്റ് ഓൾവേസ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ. എന്താണ് ഓഡിറ്റ് എപ്പോഴും എന്താണ്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷനാണ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റിനും യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല. മാനേജ്മെൻറ്റ് ഓഡിറ്റും എന്താണ്, ഒരു ഇൻഡിപെൻഡൻ്റ് എക്സാമിനേഷൻ തന്നെയാണ്. കാരണം ഓഡിറ്റ് നടത്തുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കേണ്ട ഒപ്പീനിയൻ എന്ന് പറയുന്നത് അൺബയാസ്ഡ് ആയിരിക്കണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ആരാവാം? ഒന്നെങ്കിൽ നമ്മളുടെ ഇൻറ്റേർണൽ എംപ്ലോയി ആവാം, ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ എക്സ്റ്റേണൽ ഒരു ഹയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാവാം. ഇൻറ്റേർണൽ എംപ്ലോയി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി സംശയം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ബയാസ് വരുത്തിരുന്ന അത്തരത്തിലുള്ള. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഡിറ്റാണ് നടത്തുന്നതെങ്കിൽ, ഈ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ തീരുമാനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുക. ഓക്കെ, സോ പലപ്പോഴും ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്നത് ഒരു പുതിയ ബിസിനസ് വെഞ്ചറിലേക്ക് നമ്മൾ പോകുമ്പോഴോ, അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസീസ് ഉള്ളപ്പോഴോ, അല്ലെങ്കിൽ മെർജേഴ്സ് ഒക്കെ നടക്കുമ്പോഴൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രപ്പോസൽസ് മുന്നോട്ട് വെക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓഡിറ്റ് ആരാ ചെയ്യുക? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം, അൺബയാസ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഈ ഒരു വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസും ഇല്ല. മീൻസ് ഫോർ എക്സാമ്പിൾ, നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു CMA ഇൻ പ്രാക്ടീസ് ഹോൾഡിംഗ് വാലിഡ് COP ആണ് എന്ത് ചെയ്യേണ്ടത്, കോസ്റ്റ് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. ഫിനാൻഷ്യൽ ഓഡിറ്റ്, ടാക്സ് ഓഡിറ്റ് ചാർട്ടർ അക്കൗണ്ടൻ്റ് ആണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സെക്രട്ടറിയൽ ഓഡിറ്റ് കമ്പനി സെക്രട്ടറിയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ഇൻറ്റേർണൽ ഓഡിറ്റ് അതിനും പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുണ്ട്, CA, CMA ഓർ എനി അതർ
പ്രൊഫഷണൽ എന്നാണ്, അല്ലെങ്കിൽ അതൊരു പേഴ്സൺ ഹാവിങ് പ്രിസ്ക്രൈബ് ക്വാളിഫിക്കേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ മാനേജ്മെന്റ് ഓഡിറ്റിന്റെ കേസിൽ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസും ഇല്ല. ലോ എന്ത് ചെയ്യുന്നില്ല, ക്വാളിഫിക്കേഷൻസ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ദിസ് ഈസ് നോട്ട് മാൻഡേറ്ററി, എന്തല്ല മാൻഡേറ്ററി അല്ല, ദിസ് ഈസ് വോളണ്ടറി ഇൻ നേച്ചർ. അപ്പോൾ നമുക്കറിയാം കോസ്റ്റ് ഓഡിറ്റിന് ടേൺ ഓവർ ലിമിറ്റ്സ് വെച്ച് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയി. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു എൻറ്റിറ്റി കോസ്റ്റ് ഓഡിറ്റ് ചെയ്തിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഇവിടെ എന്താണ്, വോളണ്ടറി ആണ്. മാനേജ്മെന്റ് ഓഡിറ്റ് ചെയ്യണമെന്ന് നിയമം ഒരിക്കലും പറയുന്നില്ല. വോളണ്ടറി ആണ്. ഓർഗനൈസേഷന് വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതിയോ. അപ്പോൾ പ്രോഫിറ്റബിലിറ്റിയോ എഫിഷ്യൻസിയോ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മാനേജ്മെന്റ് ഓഡിറ്റ് അസൈൻമെന്റ് വേണം എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ മാത്രം നമ്മൾ മാനേജ്മെന്റ് ഓഡിറ്റ് ചെയ്താൽ മതിയാവും. അല്ലാതെ നിയമം നമ്മളടുത്ത് പറയുന്നില്ല നിർബന്ധമായിട്ട് നിങ്ങൾ മാനേജ്മെന്റ് ഓഡിറ്റ് ചെയ്യണമെന്നൊക്കെ. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞ് തരാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, സോ മാനേജ്മെന്റ് ഓഡിറ്റ് ഇസ് ദ ഓഡിറ്റ് ഓഫ് ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി റാദർ ദാൻ പെർഫോമൻസ് ഓഫ് ഇൻഡിവിജ്വൽ മാനേജേഴ്സ്. അപ്പോൾ ഓരോ മാനേജറെ എടുത്തിട്ട് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതല്ല മാനേജ്മെന്റ് ഓഡിറ്റ്. അല്ല, നമ്മൾ എന്താ ഓവറോൾ മാനേജ്മെന്റിന് മൊത്തത്തിൽ ആ മാനേജ്മെന്റിനെ നോക്കുകയാണ്. അപ്പം ഓവറോൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോഴെന്ന് വിചാരിക്കരുത്. അതിനകത്ത് പല വിധത്തിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് ആണെങ്കിൽ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റെസ്ട്രിക്ട് ചെയ്യാം. IT-യുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്കും വേണമെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാം. അപ്പോൾ സാറ് ഇവിടെ ഓഡിറ്റ് നടന്നു, പക്ഷേ IT-യിൽ മാത്രമേ നടന്നുള്ളൂ, അല്ലെങ്കിൽ ഫിനാൻസിൽ മാത്രമേ നടന്നുള്ളൂ. അപ്പോൾ അതിന് മാനേജ്മെന്റ് ഓഡിറ്റിന് വിളിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയരുത്. നമ്മൾ ആ ഒരു എൻറ്റിറ്റിയിലെ മാനേജ്മെന്റിന്, അത് മാനേജ് ചെയ്യുന്ന പലതരത്തിലുള്ള ഫങ്ഷണൽ റോൾസ് ഉണ്ട് അല്ലേ മാനേജ്മെന്റിന്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ കൂടി റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ കൂടി നമ്മൾ അതിനെ എന്തെന്നാ പറയുന്നത്, മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് തന്നെയാണ് പറയാം. അപ്പോൾ മാനേജ്മെന്റ് ഓഡിറ്റ് ഇസ് ദ ഓഡിറ്റ് ഓഫ് ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി റാദർ ദാൻ പെർഫോമൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ മാനേജേഴ്സ്. അപ്പോൾ ഓരോ മാനേജറെ എടുത്തിട്ട് അവർ കറക്റ്റായിട്ട് ഡ്യൂട്ടി ചെയ്തോന്നൊന്നും അല്ല നമ്മൾ നോക്കുന്നത്, ഓവറോൾ മാനേജ്മെന്റ് മൊത്തത്തിൽ എങ്ങനെയാണ് അവിടുത്തെ പോളിസിയും പ്രൊസീജിയേഴ്സും, അവിടുത്തെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്, അവിടുത്തെ റിസ്ക് മാനേജ്മെന്റ് എങ്ങനെയാണ്, ഇത്തരത്തിൽ നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. It is conducted by an independent auditor or employee of the company who is independent and not related to that particular management or function whose audit is being conducted. ഇത് ആരാ ചെയ്യുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് എംപ്ലോയി ആയിരിക്കാം. ഇൻഡിപെൻഡൻ്റ് എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ജോലി തന്നെ എന്താണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് to the management regarding some functional area or something about the company. Okay, so ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് ആണെങ്കിൽ അവിടുത്തെ CFOയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോയിരുന്നിട്ട് ആ ഒരു മാനേജ്മെന്റ് ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം പുള്ളിയുടെ ഡിസിഷൻസും പുള്ളി ഫോർമുലേറ്റ് ചെയ്ത പോളിസീസും അതും എല്ലാം തന്നെ സെൽഫ് റിവ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സെൽഫ് റിവ്യൂ ത്രെറ്റ് വരും. അപ്പോൾ ഫിനാൻസിന്റെ ഓഡിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഫിനാൻസുമായിട്ട് അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാത്ത വ്യക്തിയായിരിക്കണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് ഓഡിറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. സോ ഇതാണെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഫിനാൻസിനെ കുറിച്ച് ബോധമുള്ള അല്ലെങ്കിൽ ഫിനാൻസിനെ കുറിച്ച് അറിവുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യണം, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് ചെയ്യണം. എന്നാലും മാത്രമേ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓഡിറ്റ് മീനിങ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഐ മീൻ ആ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഡിസിഷൻസിൽ നേരത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി ആയിരിക്കണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. An independent auditor or employee of the company who is independent or not related to that particular management or function whose audit is being conducted. Okay, so അടുത്തത്, the auditor will critically analyze the efficiency and profitability of the management. ഓഡിറ്റർ എന്ത് ചെയ്യും, ഈ മാനേജ്മെന്റിന്റെ എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും ഇവാലുവേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. There are no rules specifying the management audit. That is, it is not mandatory in nature. ഇപ്പോൾ ലോ ആയിട്ട് പറയുന്നതല്ല, ലോ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ നിർബന്ധമായിട്ട് മാനേജ്മെന്റ് ഓഡിറ്റ് ചെയ്യണമെന്ന്. നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കമ്പനി ചെയ്യുന്നതാണ് ഈ മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. There are no qualification criteria for the management auditor. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഓഡിറ്റർക്ക് ഒരു ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എവിടെയും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ചാർട്ടേഡ് അക്കൗണ്ട് ചെയ്യണമെന്നോ, കോസ്റ്റ് അക്കൗണ്ട് ചെയ്യണമെന്നോ, MCOM ചെയ്യണമെന്നോ, BCom ചെയ്യണമെന്നോ യാതൊരു തരത്തിലുള്ള ക്വാളിഫിക്കേഷനും എന്ത് ചെയ്തിട്ടില്ല, പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മളുടെ ജനറൽ ആയിട്ടുള്ള മാനേജ്മെന്റ് ഓഡിറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. സോ നമ്മളുടെ ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്താണ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ഓവറോൾ ഒബ്ജക്റ്റീവ് മാനേജ്മെന്റ് ഓഡിറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഓർഗനൈസേഷനിലെ ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. എന്തൊക്കെയാണ്, അവർക്ക് ബെറ്റർ ഡേറ്റയിലേക്ക് ആക്സസ് ഉണ്ടോ. എപ്പോഴും ഡിസിഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ഡേറ്റാൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ ഡിസിഷൻ എടുക്കുമ്പോൾ അവർ ഡേറ്റ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ ഈ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും മാനേജ്മെന്റ് ഓഡിറ്റിലൂടെ. ഇനി ഈ എടുക്കുന്ന ഡിസിഷൻസ് ടൈംലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്
നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ഇനി ഡിസിഷൻ എടുത്താൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, അത് ടൈംലി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ്മെൻറ്റ് റൂട്ടിലൂടെ ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആണ് ആദ്യത്തെ കാര്യം. ഒബ്ജക്റ്റീവ്, ഓവറോൾ ഒബ്ജക്റ്റീവ്സ് മാനേജ്മെൻറ്റ് റൂട്ട്. ഡിസിഷൻ മേക്കിംഗ് പ്രോപ്പർ ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഡിഫക്ട്സും ഇറഗുലാരിറ്റീസും ഡിറ്റക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഡിഫക്ട്സ് ആൻഡ് ഇറഗുലാരിറ്റീസ്. മിസ്മാനേജ്മെൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻവെൻട്രി സ്റ്റോറേജ് പോളിസീസ് ഫോളോ ചെയ്യുന്നില്ല, നമ്മൾ കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നില്ല, നമ്മൾ നിയമപരമായിട്ടുള്ള ലോസും റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നില്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിഫക്ട്സ് ആൻഡ് ഇറഗുലാരിറ്റീസ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഈ ഡിഫക്ട്സ്, ഇറഗുലാരിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മളെ എന്ത് സഹായിക്കും, മാനേജ്മെൻറ്റ് ഓഡിറ്റ് സഹായിക്കും. മൂന്നാമത്താണ് എഫക്റ്റീവ് ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ്. എന്താണ് എഫക്റ്റീവ് ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷനിൽ ഇഷ്ടമാതിരി ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് കാണും. ഈ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പലതരം ഫങ്ഷണൽ ഹെഡ്സ് കാണും, അവരുടെ താഴെ പല മാനേജേഴ്സ് കാണും. അപ്പോൾ ഈ ആൾക്കാരെല്ലാം അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ജോലികൾ, അവരുടെ റോൾസും റെസ്പോൺസിബിലിറ്റീസും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, അവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അവർ അക്കൗണ്ടബിൾ ആണോ എന്നുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് മാനേജ്മെൻറ്റ് ഓഡിറ്റ് വഴി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നാലാമത്താണ് കോസ്റ്റ് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ. ഒരു പുതിയ മെഷീൻ വാങ്ങിക്കാൻ നേരം നമ്മുടെ മാനേജ്മെൻറ്റ് അതിൻ്റെ അൾട്ടർനേറ്റീവ്സ്, ഫോർ എക്സാമ്പിൾ മെഷീൻ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, ലീസിന് എടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള അൾട്ടർനേറ്റീവ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. അതോ ജസ്റ്റ് മെഷീൻ വേണമെന്ന് തോന്നുമ്പോഴത്തേക്ക് നമ്മൾ മാർക്കറ്റിലേക്ക് ഒന്ന് പർച്ചേസ് ചെയ്യുന്നു, അതോ നമ്മൾ പല വെൻഡേഴ്സിൻ്റെ ഒന്ന് കോട്ട് എടുക്കുന്നു, ലീസ് എടുത്തുള്ള ഓപ്ഷൻ അനലൈസ് ചെയ്യുന്നു, ഇത്ര വർഷത്തിന് ശേഷം റീപ്ലേസ് ചെയ്യുന്നതാണ്, അതോ AMC വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതുപോലുള്ള പോസിബിലിറ്റീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റ് വഴി എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോപ്പർ ആണോ എന്നും ഡിഫക്ട്സും ഇറഗുലാരിറ്റീസും ഡിറ്റക്ട് ചെയ്യാനും, അതുപോലെ തന്നെ അവിടുത്തെ മാനേജേഴ്സും ഫങ്ഷണൽ ഹെഡ്സ് പോലെ അവരുടെ ഡ്യൂട്ടീസും എല്ലാം എഫക്റ്റീവായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഓർഗനൈസേഷനിൽ കോസ്റ്റ് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ നടപ്പിലാക്കാനും നമ്മളെ എന്ത് സഹായിക്കും, മാനേജ്മെൻറ്റ് ഓഡിറ്റ് സഹായിക്കും. സോ നമുക്ക് ഇവിടേക്ക് വരാം, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഡിസിഷൻ മേക്കിംഗ്, defects and irregularities in management, effective discharge of duties and responsibilities, cost effective implementation of plan. അടുത്താണ് ഐഡന്റിഫൈങ് പ്രോസസ് ഗ്യാപ്സ് ആൻഡ് സ്ട്രെങ്തനിങ്. പലതരത്തിലുള്ള പ്രോസസ് ഗ്യാപ്പുകൾ കാണും. ഇത് പലപ്പോഴും ബോട്ടിൽ നെക്കുകളാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഒരു കസ്റ്റമറുടെ ഓർഡർ പ്രൊക്യൂർ ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോഴത്തേക്കും സെയിൽസ് ആരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പ്രൊഡക്ഷൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സ്റ്റാർട്ട് പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, പർച്ചേസിൻ്റെ അടുത്ത് പറയണം എനിക്ക് വേണ്ട റോ മെറ്റീരിയൽ മേടിച്ചാൽ. അപ്പോൾ ഇവിടെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, കോർഡിനേഷൻ കുറവാണ്, അല്ലെങ്കിൽ ടൈമിൻ്റെ പ്രശ്നമുണ്ട്. ഓർഡർ ഈവൻ പർച്ചേസ് പോയിട്ട് ഓർഡർ പ്ലേസ് ചെയ്താലും ഒരാഴ്ച കഴിഞ്ഞ് കിട്ടത്തുള്ളൂ, പക്ഷേ കസ്റ്റമർ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, നേരത്തെ നമ്മൾ സാധനം മേടിച്ച് റോ മെറ്റീരിയൽ മേടിച്ച് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എത്ര സ്റ്റോക്ക് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കണം. ഇതുപോലെ പലതരത്തിലുള്ള പ്രോസസ് ഗ്യാപ്പുകൾ നമ്മുടെ പ്രോസസ്സിൽ കാണും. ഇത്തരത്തിലുള്ള ഗ്യാപ്പുകൾ കണ്ടുപിടിക്കാനും അത് സ്ട്രെങ്തൻ ചെയ്യാനും എല്ലാം എന്ത് ചെയ്യുന്നു, നമ്മുടെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് നമ്മളെ സഹായിക്കും. ഓക്കെ, അടുത്താണ് ഇഷ്യൂസ് അഡ്രസ്ഡ് ബൈ മാനേജ്മെൻറ്റ് ഓഡിറ്റർ. മാനേജ്മെൻറ്റ് ഓഡിറ്റർ കണ്ടുപിടിക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഒന്നാമതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇപ്പോൾ നമ്മൾ ആദ്യമേ ഒരു സ്മോൾ ബിസിനസ് ആയിരുന്നു വെച്ചു. ഞാൻ ഒരു സ്മോൾ ബിസിനസ്സാണ്. ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ആപ്പായാലും വെബ്സൈറ്റ് ആയാലും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ സെയിൽസ് ഞാൻ തന്നെയാണ് നോക്കുന്നത്, റെക്കോർഡിങ് ഞാൻ തന്നെയാണ്, ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ സൈഡായാലും പഠിപ്പിക്കുന്ന സൈഡായാലും സെയിൽസ് സൈഡായാലും മാർക്കറ്റിംഗ് ആയാലും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. അപ്പോഴത്തേക്കും എന്താണ്, ഇത് സ്മോൾ ബിസിനസ് ആയതുകൊണ്ട് നടന്നു. പക്ഷേ ഇതൊരു മീഡിയം ബിസിനസ്. ഇപ്പോൾ ഒരു പേപ്പർ തരുന്നുണ്ട്, ഓക്കെ ഫൈൻ. ഇപ്പം നാളെ ഞാൻ ഒരു 10 പേപ്പറിലേക്ക് എക്സ്പാൻഡ് ചെയ്യാണ്. ഇപ്പോൾ 10 പേപ്പർ എനിക്ക് ഒരുമിച്ച് പഠിപ്പിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ 9 ആൾക്കാരെ എടുക്കേണ്ടി വരും. ഈ 9 ആൾക്കാരെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണം പറ്റണമെന്നില്ല. ഞാൻ വേണം ഒരു കോർഡിനേറ്റർ അപ്പോയിൻറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അത്രയും സെയിൽസ് വരുമ്പോഴത്തേക്ക് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സെയിൽസിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യും. ഇത് പിന്നെ എന്ത് ചെയ്യുന്നു,
വളരുന്നു, ലാർജ് ആവുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ മാനേജേഴ്സിനെ ആവശ്യമായിട്ട്. പിന്നെ ഞാൻ നേഷൻ വൈഡ് പോകണം, പാൻ ഇന്ത്യ ക്ലാസ് എടുക്കുന്നു. അതിനുശേഷം വേൾഡ് വൈഡ് ഓരോ രാജ്യത്തേക്ക് ക്ലാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ എൻ്റെ ബിസിനസ്സിൻ്റെ സൈസ് മാറുന്നതനുസരിച്ച് എൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ മാറണം. ഇവിടെ ചിലപ്പോൾ ഞാൻ എന്താണ് സോൾ പ്രിപ്പറേറ്ററാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ പാർട്ണർഷിപ്പിലേക്ക് പോകും, 1-2 പേരെയും കൂടെ ഫാക്കൽറ്റീസിനെ വെച്ചിട്ട് പാർട്ണർഷിപ്പിൽ പോകുക, അത്ര ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആവും, ഇവിടെ വരുമ്പോഴത്തേക്ക് ലിസ്റ്റഡ് കമ്പനി ആവും, കോൺഗ്ലമറേറ്റ് ആവും ഞാൻ. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യണം, എൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ മാറണം, അവിടുത്തെ റിപ്പോർട്ടിംഗ് ലൈൻസ് മാറണം, ലൈൻ ഓഫ് കമാൻഡ് മാറണം, എല്ലാം മാറണം. ഇത്തരത്തിൽ മാറിയില്ലെങ്കിൽ നമ്മൾ ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മാനേജ്മെൻറ്റ് ഓഡിറ്റർ നമ്മളെ സഹായിക്കും. അടുത്തതിൻ്റെ കോർഡിനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിംഗ് ആയാലും പ്രൊഡക്ഷൻ ആയാലും അതുപോലെ തന്നെ പർച്ചേസ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ എന്ത് വേണം, കോർഡിനേഷനും കോപ്പറേഷനും വേണം. എന്നാലും മാത്രമേ നമ്മുടെ ഓർഗനൈസേഷനിലെ പ്രോസസ്സുകൾ എന്തായിട്ട് പോകത്തുള്ളൂ, സ്മൂത്ത് ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ സാധനം മേടിക്കുന്ന ആര് ഫണ്ട് റിലീസ് ചെയ്യണം, ഫിനാൻസ് ആര് ഫണ്ട് റിലീസ് ചെയ്യണം. ഇനി സാധനം വന്നു കഴിഞ്ഞാൽ ആര് ഇൻസ്പെക്ട് ചെയ്യണം, റിസീവിങ് ആര് ഇൻസ്പെക്ട് ചെയ്യണം, എന്നിട്ട് അത് ആർക്ക് കൊടുക്കണം, സ്റ്റോർസുകാർക്ക് കൊടുക്കണം. സ്റ്റോർസിൽ നിന്ന് റിക്വസ്റ്റ് അയച്ച് പിന്നെ അവിടെ നിന്ന് സാധനം റിലീസ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം പ്രോപ്പർ കോർഡിനേഷനും റിലേഷൻഷിപ്പും ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കത്തില്ല. അടുത്ത റിസ്ക് മാനേജ്മെൻറ്റ്. ബിസിനസ്സിനകത്ത് പല തരത്തിലുള്ള റിസ്ക്കുകളുണ്ടല്ലേ. ഫോറസ്റ്റ് റിസ്ക് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസ്ക്കുകൾ എത്തരത്തിലാണ് മാനേജ് ചെയ്യപ്പെടുന്നുള്ളത്, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്താണ് സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ്. ആരാണ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. ആരാണ് സ്റ്റേക്ക് ഹോൾഡർ? സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിൽ താല്പര്യമുള്ള എല്ലാ മനുഷ്യരും സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അത് എംപ്ലോയീസ് ആയിക്കോട്ടെ, ക്ലയൻറ്റ് ആയിരിക്കട്ടെ, ഗവൺമെൻറ് അതോറിറ്റീസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ എത്തരത്തിലാണ് നമ്മളുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ക്ലയൻറ്റ് നമ്മുടെ അടുത്തൊരു കംപ്ലയിൻറ്റ് പറയണം, അതിനകത്ത് നമ്മൾ എത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. എംപ്ലോയി ഒരു കംപ്ലയിൻറ്റ് പറയണം, അവരോട് നമ്മൾ എത്തരത്തിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഇവരോട്ടുള്ള മീറ്റിംഗ്സ് എത്തരത്തിലാണ് പോകുന്നത്, ഇവർക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ട്സ് ടൈമിൽ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അടുത്ത പ്രോജക്റ്റ് ഇവാലുവേഷൻ. ഒരു പ്രോജക്റ്റ് നമ്മളുടെ ഓർഗനൈസേഷൻ ഏറ്റെടുക്കാൻ പോകണം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അത് ഫിനാൻഷ്യലി ഫീസിബിൾ ആയിരിക്കുമോ, അതിനകത്ത് വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും, അത് നമ്മൾ ഓർഗനൈസേഷൻ വാല്യൂ ആഡ് ചെയ്യുമോ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം, ഇതുപോലുള്ള ഇഷ്യൂസ് എല്ലാം ആർക്കും ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ മാനേജ്മെൻറ്റ് ഒട്ടൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് നോക്കാം. ഇഷ്യൂസ് അഡ്രസ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ് ഓഡിറ്റർ. Appropriateness of the organization structure and reporting, coordination between departments, risk management structure, stakeholder management, project evaluation including growth budget and appropriate methodology. Okay, so അടുത്ത ടോപ്പിക്കാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റർ. ആരാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റർ? നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, മാനേജ്മെൻറ്റ് ഓഡിറ്റർ ആവാം. കാരണം ലോ എന്ത് ചെയ്യുന്നില്ല, യാതൊരു തരത്തിലുള്ള ക്വാളിഫിക്കേഷനും പറയുന്നില്ല. അന്നും പറഞ്ഞ് വഴിയെ പോണ ഒരു മനുഷ്യനെ വിളിച്ച് മാനേജ്മെൻറ്റ് ഓഡിറ്റർ ആക്കാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. മാനേജ്മെൻറ്റ് ഓഡിറ്റർ ഷുഡ് ബ്രിങ് എക്സ്പെർട്ട് സ്കിൽ ആൻഡ് നോളജ് എന്നാണ് പറയുന്നത് ടു ഹിസ് ക്ലയൻറ്റ്. അപ്പോൾ ക്ലയൻറ്റിന് വേണ്ട എക്സ്പെർട്ട് സ്കില്ലും നോളജും ആര് കൊണ്ടുവരണം, നമ്മുടെ മാനേജ്മെൻറ്റ് ഓഡിറ്റർ കൊണ്ടുവരണം. ആൻഡ് ഹി ഷുഡ് ഹാവ് സ്പെഷ്യൽ കെയർ ഇൻ പെർഫോമൻസ് ഓഫ് ദി ഡ്യൂട്ടീസ്. ഓഡിറ്ററാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഡ്യൂട്ടി ചെയ്യുമ്പോൾ സ്പെഷ്യൽ കെയർ ചെയ്യുന്ന ജോലിയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പുള്ളി എന്തായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. മറ്റാൾക്കാർ അല്ലെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ് കൊണ്ട് പുള്ളിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ആയി പോകാൻ പാടില്ല, ബയാസ്ഡ് ആയി പോകാനായിട്ട് പാടില്ല. ആൻഡ് ഹി ഷുഡ് ഹാവ് വാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് സബ്ജക്ട് നോളജ്. എന്താണ് വാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് സബ്ജക്ട് നോളജ്? പുള്ളിക്ക് നേരത്തെ മാനേജ്മെൻറ്റ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സബ്ജക്ട് നോളജ്, അപ്പോൾ സബ്ജക്ട് നോളജ് എന്ന് പറയുമ്പോൾ ഫിനാൻസിലുണ്ടായിരിക്കണം, IT-യിലുണ്ടായിരിക്കണം, HR-യിലുണ്ടായിരിക്കണം, പ്രൊഡക്ഷനിലുണ്ടായിരിക്കണം, അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സിലുണ്ടായിരിക്കണം, എൻജിനീയറിംഗിലുണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കമ്പനിയിലെ പ്രോസസ്സിലുള്ളത്, ആ കാര്യങ്ങളെക്കുറിച്ച് നല്ല വാസ്റ്റ് എക്സ്പീരിയൻസും നോളജും പുള്ളിക്ക് ഉണ്ടായിരിക്കണം. എന്നാലും മാത്രമേ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് കൂടാതെ ഹി ഷുഡ് ഹാവ് എ ഗ്രേറ്റ് ടീം. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് ഇതിനകത്തെല്ലാം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നോളജ് ഉണ്ടായിരിക്കണമെന്ന് പാടാണ്, എല്ലാ മനുഷ്യർക്കും എല്ലാം അറിയണമെന്നില്ല. അതുകൊണ്ട് എന്താണ്, ഹി ഷുഡ് ഹാവ് എ ഗ്രേറ്റ് ടീം ടു സപ്പോർട്ട് ഹിം. നല്ലൊരു ടീം വേണം, ഇതെല്ലാം അറിയാവുന്ന മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ടീം എന്ത് വേണം, പുള്ളിക്ക് വേണം. ഇതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? A management auditor is expected to offer special skills and expertise to his clients. He should have special care in the performance of his duties and his duties, and he should be competent and should have adequate knowledge to handle the assignment. He should be independent and should be unbiased, and management auditor should be supported by a great team. നമ്മൾ നേരത്തെ
എന്താണോ ഡിസ്കസ് ചെയ്തത് അതിവിടെ സെൻറ്റൻസ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇനിയാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആ പുള്ളി എന്ത് ചെയ്തിരിക്കണം, ബിസിനസ് കുറിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. ആ ബിസിനസ്സിൽ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റായിട്ടാണ് നടക്കുന്നതെന്ന് ഓഡിറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഹി ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ്, ഇറ്റ്സ് നേച്ചർ, ഇറ്റ്സ് പർപ്പസ്, ഒബ്ജക്ട്സ് എക്സെട്ര. ഇനി അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ് പ്രോബ്ലംസ്. സോ 2 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തത് ആ ബിസിനസ്സിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റണം. രണ്ടാമത്തത് ബിസിനസ് പ്രോബ്ലംസ് അത് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് ഓർഗനൈസേഷൻ്റെ പ്രോഗ്രസ്സിന് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ വളർന്ന് ഓരോ ഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് എന്നുള്ള കാര്യം ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റർ അയാളുടെ എക്സ്പീരിയൻസ് നിന്ന് മനസ്സിലാക്കണം. ഇത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് ആ ഒരു സ്കെയിലബിൾ, ഇപ്പോൾ ഇത് നാളെ വലിയ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഈ പ്രൊസീജിയേഴ്സ് മതിയാവുമോ നാളത്തേക്ക്, അതോ ഇപ്പോഴേ നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കണോ? അപ്പോൾ അതൊക്കെയാണ് എബിലിറ്റി ടു ഡിറ്റർമൈൻ ഓർ അസസ് ദ പ്രോഗ്രസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഈ പുള്ളിക്ക് നല്ല നോളജ് വേണം. എന്തിനകത്താണ്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് കൺട്രോൾ, പ്രിപ്പറേഷൻ ഓഫ് ഡിഫറെൻറ്റ് ബഡ്ജറ്റ്സ് എക്സെട്ര. ഒരു ബഡ്ജറ്റ് എത്തരത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ജോലി എത്തരത്തിലാണ് ഡെലിഗേറ്റ് ചെയ്ത് പോകുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള എബിലിറ്റി മാർക്ക് വേണം നമ്മുടെ മാനേജ്മെൻറ്റ് ഓർഡർക്ക് വേണം. അപ്പോൾ 4 പോയിന്റ്. ഒന്നാമത് ബിസിനസ്, അതിൻ്റെ ഉദ്ദേശം, നേച്ചർ, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. ബിസിനസ്സിൻ്റെ പ്രോബ്ലത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ പറ്റുന്ന ആളായിരിക്കണം, അതിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യനായിരിക്കണം. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, കൺട്രോൾ, ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, ഇതിനകത്തെല്ലാം എന്ത് വേണം? നല്ല നോളജ് വേണം. അടുത്തത് നമുക്ക് നോക്കാം, ഇന്റേണൽ കൺട്രോൾസ് മനസ്സിലാക്കാൻ പറ്റുന്ന ആളായിരിക്കണം. എന്താണ്? നമ്മുടെ ഓർഗനൈസേഷനിൽ കുറേയധികം എസ്റ്റാബ്ലിഷ് പോളിസീസും പ്രൊസീജിയേഴ്സും കാണും. ഇതെല്ലാം കറക്റ്റായിട്ടൊന്ന് പോകണുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കൺട്രോൾസുകൾ മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്ക് വേണം? മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് വേണം. അതുപോലെ തന്നെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിഫറെൻറ്റ് ലോസ്, ഇൻകം ടാക്സോ കമ്പനി ലോ, ലേബർ ലോസ്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്ക് വേണം? നമ്മുടെ മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് വേണം എന്നാണ് പറയുന്നത്. ഇനി നോളജ് ഇൻ പ്രിപ്പയറിംഗ് വേരിയസ് റിപ്പോർട്ട്സ്. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം പുള്ളിയുടെ മനസ്സിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല. പുള്ളി എന്ത് ചെയ്യണം? പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്ത് അത് ആർക്ക് കൊടുക്കണം? നമ്മുടെ മാനേജ്മെൻറ്റ് കൊടുക്കണം. എന്നാലേ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്ത് അറിവ് വേണം? ആർക്ക് വേണം? നമ്മുടെ മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് വേണം. അതുകൂടാതെ കുറച്ചധികം ക്വാളിറ്റീസ് ആണ് ഇവിടെ പറയുന്നത്. ടാക്ട്ഫുൾനെസ്, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡീൽ ചെയ്യണം. പെർസെവറൻസ്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ഇട്ടിട്ട് പോകരുത്, അതിനകത്ത് നിന്ന് എന്താണെന്നോ അത് കണ്ടുപിടിക്കണം. പ്ലീസിങ് ആയിരിക്കണം, ഡൈനാമിക് പേഴ്സണാലിറ്റി ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഡിറ്ററുടെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ? പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്നതോടെ, ഫോർ എക്സാമ്പിൾ ഞാൻ പുതിയൊരു കമ്പനിയായിട്ട് മെർജ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യും. അപ്പോൾ എനിക്കൊരു സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവാണ്, ചിലപ്പോൾ ഞാൻ മാർക്കറ്റ് ലീഡർ ആവണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിലൂടെ ആയിരിക്കും ആ ഒരു ബിസിനസ്സിനുമായിട്ട് മെർജ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ആ ഒരു ബിസിനസ്സുമായിട്ട് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റ് ലീഡർ ആവാൻ പറ്റുമോ? അതോ എൻ്റെ കോസ്റ്റ് കൂടുകയും ഞാൻ മാർക്കറ്റിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവുമോ? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും, ഇനി കോസ്റ്റ് കൂടുകയാണെങ്കിൽ അതെങ്ങനെ കട്ട് ഡൗൺ ചെയ്യാം, അതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ തയ്യാറാക്കുക. ഇനി ആ ബിസിനസ്സിൽ ചിലപ്പോൾ ആ ബിസിനസ് നമ്മളെ പോലെ ആയിരിക്കത്തില്ല, അവർ ഒത്തിരി അൺനെസറി എക്സ്പെൻസ് ഉള്ള ബിസിനസ് ആയിരിക്കും, അതിനെ എങ്ങനെ കട്ട് ഡൗൺ ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ്, പോളിസീസ്, അതെല്ലാം ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് സഹായിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവാണ്. ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ഫോർ എക്സാമ്പിൾ അടുത്ത വർഷം ഇത്ര കോടിൻ്റെ സെയിൽസ് ഉൽപ്പാദിപ്പിക്കണമെന്നായിരിക്കും എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ എന്തില്ല, ഒരു കോർഡിനേഷനില്ല, അവിടെ പലതരത്തിലുള്ള പ്രോസസ് ഗ്യാപ്പുകളുണ്ട്. സോ ഈ ഇത്തരത്തിലുള്ള ഗ്യാപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് നികത്തി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൂടാതെ തന്നെ എന്തും പറ്റും, എൻ്റെ പ്രോസസ് ഗ്യാപ്സ് ഫില്ല് ചെയ്യാനും എനിക്ക് പറ്റും. അപ്പോൾ 2 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. അടുത്താണ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്.
അപ്പോൾ ഫിനാൻസ്, അതുപോലെ ലേബർ, മിഷനറി, ഇതെല്ലാം എന്താണ് എൻ്റെ റിസോഴ്സാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിനാൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അൺനെസസറി ആയിട്ട് കുറേ എക്സ്പെൻഡിച്ചർ നമ്മുടെ മാർക്കറ്റിങ്ങിനകത്ത് കൊടുക്കുന്നു. നമ്മളെ പ്രോഡക്റ്റ് ഒരിക്കലും ഡെവലപ്പ് ചെയ്യുന്നില്ല. പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോങ് ടേമിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പ്രൊഡക്റ്റ് വളർത്തില്ല, പക്ഷേ അഡ്വർടൈസ്മെന്റ് എല്ലാം കിടല്ലോ, എന്താണ് ലോങ് ടേമിൽ നമ്മൾ പൊട്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കുള്ള റിസോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാനേജ്മെൻറ്റ് ഓഡിറ്റ് സഹായിക്കും. സോ ഇതാണ് അഡ്വാൻറ്റേജസ്. ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ് ഓഫ് മാനേജ്മെന്റ്, ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്, ഐഡന്റിഫൈങ് ദ പ്രോസസ് ഗ്യാപ്പ് or coordination gap and way to achieve or improve the performance of management, and helps in resource management and improve proper utilization. സോ നമ്മൾ ആദ്യത്തെ 5 ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻട്രൊഡക്ഷൻ, ഓവറോൾ ഒബ്ജക്റ്റീവ്സ്, ഇഷ്യൂസ് അഡ്രസ്ഡ് ബൈ ദ മാനേജ്മെന്റ് ഓഡിറ്റർ. ഓക്കെ, so overall objectives, issues addressed by the management auditor and its qualities and definitions of the management auditor. So 5 topics നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത 4 topics. Okay, so thank you.